ഹലോ, നമുക്കിന്ന് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി നമുക്ക് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. ഈ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും പിന്നെ അതുപോലെ തന്നെ ഒരു ബേസ് പീസും. ഈ കാണിച്ചേക്കണം മെഷർമെൻറ്റൊക്കെ നോക്കി മുറിക്കണം കേട്ടോ. മെഷർമെൻറ്റ് ഇത്ര തെറ്റിയാൽ ഇത്തിരി പണിയാം. മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്നിട്ട് ഈ കാണിച്ചേക്കണ പോലെ ബാക്കും ബേസും ഫ്രണ്ടും കൂടി വെക്കാം. എന്നിട്ട് ഈ ബാക്ക് പീസും ബേസ് പീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നമ്മുടെ താഴത്തെ പീസ് ഉണ്ട്, അതും കൂടി ഒട്ടിക്കാം. എന്നിട്ട് പിന്നെ ഈ ഫ്രണ്ട് പീസ് ഒട്ടിക്കണേക്ക് മുമ്പ് നമുക്ക് ആ സൈഡ് പീസും കൂടി അങ്ങോട്ട് ഒട്ടിച്ചേക്കാം കേട്ടോ. എന്നിട്ട് ഈ രണ്ട് സൈഡ് പീസും ഇതുപോലെ തന്നെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഫ്രണ്ട് പീസും കൂടി ഇതുപോലെ തന്നെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ തന്നെ ഒരു കൊട്ടയായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് ചെവി വേണം. ക്യൂട്ടായിട്ടുള്ള പെൻ ഹോൾഡറെല്ലാം ഉണ്ടാക്കണത്. അപ്പോൾ രണ്ട് ചെവിയും കൂടി അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സൈഡ് പീസിൽ നിന്ന് ഇതുപോലെ ചരിച്ചൊന്ന് വെട്ടിക്കൊടുക്കാം. രണ്ട് സൈഡ് പീസിൽ നിന്ന് ചരിച്ചങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. അപ്പം നമ്മുടെ പെൻ ഹോൾഡർ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കൊന്ന് പൊതിഞ്ഞ് കുട്ടപ്പനാക്കി എടുക്കണ്ടേ? അതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കളറിലെ പേപ്പർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ അതിനേക്കാൾ ഒരു ഇച്ചിരി വലുതായിട്ട് അങ്ങോട്ട് മുറിക്കാം. അതുപോലെ തന്നെ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ബാക്ക് പീസാണ് മുറിച്ചേക്കുന്നത്. ബാക്ക് പീസ് അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സൈഡ് പീസും ഫ്രണ്ട് പീസൊക്കെ അങ്ങോട്ട് കവർ ചെയ്യാം. എന്നിട്ട് ഫെവിക്കോൾ എടുത്തിട്ട് ഈ പീസൊക്കെ നന്നായിട്ട് അങ്ങനെ ഒട്ടിച്ചൊന്ന് ഉണക്കിയെടുക്കാം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. ഉള്ളിലൊട്ടിക്കാൻ പേപ്പർ തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കാണുന്ന ഭാഗത്ത് മാത്രം പേപ്പറൊക്കെ ഒട്ടിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. നിങ്ങളുണ്ടാക്കുമ്പോൾ ഉള്ളിലും കൂടി പേപ്പർ ഒട്ടിച്ച് ഇത്രയും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ നമുക്കിതിനകത്ത് ഒരു ഇത്തിരി അലങ്കാര പരിപാടിക്ക് വേണ്ടി ഇതുപോലത്തെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. നല്ല മിന്നണ ടേപ്പാണ് ഇട്ടത്. ആ ടേപ്പ് ഇതുപോലെ സൈഡിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡിലെ കാർഡ്ബോർഡിൻ്റെ പീസൊന്നും കാണൂലല്ലോ ചെവിയുടെ ഭാഗത്തൊന്നും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പൊയ്ക്കോളും. നോക്കിക്കേ, ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടാൽ നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാൻ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എല്ലാ സൈഡിലും ഒട്ടിച്ചില്ല, താഴത്ത് മാത്രം അങ്ങോട്ട് ഒട്ടിച്ചോളൂ. പിന്നെ നമുക്കൊന്ന് ക്യൂട്ടാക്കി എടുക്കണ്ടേ നമ്മുടെ ഈ ബോക്സ്? അതിന് വേണ്ടി നമുക്കൊരു കണ്ണും മൂക്കും വായയും ചെവിയും രണ്ട് കൈയും എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വരച്ചു കൊടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് പെയിൻറ്റും ചെയ്തെടുക്കാം. സോറി കേട്ടോ, വരച്ചത് ക്ലിയർ ആവണില്ലല്ലേ? പെയിൻറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത്രയും കൂടെ ക്ലിയർ ആവും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് കുട്ടപ്പനായിട്ട് എടുക്കാം. ഞാനിവിടെ ലൈറ്റ് കളറിലെ പെയിൻറ്റ്സ് തന്നെയാണ് ഉപയോഗിച്ചേക്കണത്. കണ്ണും മൂക്കും വായയൊക്കെ അങ്ങോട്ട് വരക്കാം, കൈയും കൂടി അങ്ങോട്ട് വരക്കാം. ഇത് വരച്ചത് കഴിയുമ്പോഴേക്ക് നമ്മുടെ പെൻ ഹോൾഡർ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അവരും കൂടി പെൻ ഹോൾഡർ ഉണ്ടാക്കി അങ്ങോട്ട് വിളിക്കട്ടെ. ഇനി നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കി എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ. എന്നിട്ട് ദേ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഇനി നമുക്കിതിനകത്ത് എന്താണെന്ന് വെച്ച് എടുത്ത് വെക്കാം. പേന, പെൻസിൽ എന്താണെന്ന് വെച്ച് എടുത്ത് വെക്കാം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇഷ്ടമായ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ.